നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ, ഇന്ത്യൻ യൂണിയൻ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ്. ബഹുമാന്യരെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെയും എൻ്റെ പാർട്ടിയുടെയും അഭിനന്ദനങ്ങളും ആശംസകളും. ബഹുമാന്യരെ, ആദ്യമായിട്ട് സണ്ണി ജോസഫ് KPCC പ്രസിഡന്റ്, നിയുക്ത പ്രസിഡന്റ്, ഞങ്ങളുടെ അഭിനന്ദനങ്ങൾ. കഴിഞ്ഞ ആഴ്ച ഇതേ വേദി ഞങ്ങൾ പറഞ്ഞു, സുധാകരനെ തൽക്കാലം മാറ്റാതെ ഒരു വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ വയ്ക്കുക, കൺവീനറായിട്ട് അസനെ മാറ്റിക്കൊണ്ട് പിന്നെ ക്രിസ്ത്യൻ ബാധ്യത നിലയിൽ ഐ ബി ഇടനെ വയ്ക്കുക എന്ന് പറഞ്ഞിരുന്നു. അതൊരു നിർദ്ദേശം മാത്രമല്ല. ഏതായാലും അത് അങ്ങനെ അല്ലെങ്കിൽ പോലും ഇപ്പോൾ 3 വർക്കിംഗ് പ്രസിഡന്റുമാർ ഒരു കൺവീനർ മാറ്റി, പിന്നെ സുധാകരന് വർക്കിംഗ് കമ്മിറ്റി മെമ്പറായിട്ട് സ്ഥിരം ക്ഷണിതാവാക്കി. ഏതാണ്ട് കാര്യങ്ങൾ ശരിയാണ്. എന്ത് ചെയ്താലും കുറ്റം മാത്രം കാണുന്നവർക്ക് ഇനിയൊന്നും പറ്റിയ കാര്യമില്ല. ഇത് ഏതാണ്ട് ആടെ എല്ലാം നിർദ്ദേശം വെച്ച് ഏതാണ്ട് ഒരുവിധം ഭംഗിയായിട്ട് പോകണം. ഇനി ഒത്തൊരുമിച്ച് മുന്നോട്ട് പോവുക, അതാണ് ആവശ്യം. അപ്പം അക്കാര്യത്തിൽ നടന്നു. ഇന്നിപ്പോൾ ചാനൽ 18 ഒരു 12 കേരളത്തിലെ മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരെ പ്രമുഖരെ കുറിച്ച്, ഇതിൽ ആരാണ് പ്രമുഖരെന്ന് ചോദിച്ചു. ചാനൽ 18 40% വരുന്ന ഒരു സമുദായത്തിൽ നിന്ന് ഒരു പേര് പോലും കാണാൻ പറ്റിയില്ല. മരിച്ച മുഖ്യമന്ത്രിമാർ, ജീവിച്ചിരിക്കുന്ന മുഖ്യമന്ത്രി എല്ലാം കാണിച്ചു. ഇവിടെ CH മുഹമ്മദ് ഭായ് എന്നൊരാള് മുഖ്യമന്ത്രിയായിരുന്നു. കേരളത്തിലെ എല്ലാ ജനങ്ങളും ഒരുപോലെ ഇഷ്ടപ്പെട്ട ആളാണ്. അവർ കാണാൻ 18 ചാനലുകാർക്ക് കഴിഞ്ഞില്ല. അത് അവരുടെ കഴിവേട, അല്ലാതെ CH മുഹമ്മദ് സാഹിബിന്റെ കഴിവേടല്ല. ഒരിക്കൽ ഞാനൊരു MLA താഴെ MLA പഠിപ്പിച്ചൊരു സാറിന്റെ പേര് വെച്ച് ഫ്ലെക്സിൽ, സാർ എന്നോട് ചോദിച്ചു, നിങ്ങളെന്താണ്? ഞാൻ പഠിച്ച എൻ്റെ സ്റ്റുഡൻ്റാണ്, അഹമ്മദ് കബീർ MLA സ്റ്റുഡൻ്റാണ്, സ്റ്റുഡൻറ്റിൻ്റെ പേര് വെച്ചു, എൻ്റെ താഴെ എൻ്റെ പേര് വെച്ചു. സാർ എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു ഭാഷയുണ്ട്, നിങ്ങൾക്കറിയില്ലെങ്കിൽ നിങ്ങൾ ആ സ്ഥാനത്തിരിക്കുന്ന അർഹനല്ല, നിങ്ങൾ അൺഫിറ്റാണ്. ഇതിന് ചാനൽ 18 പറയാനുള്ളത്. CHന്റെ കാര്യം നിങ്ങൾ വിട്ടുപോയെങ്കിൽ നിങ്ങളെ ചാനലിൽ ഇരിക്കാനോ അതിലൂടെ പ്രവർത്തിക്കാനോ അൺഫിറ്റാണെന്ന് ഔദ്യോഗികമായിട്ട് തന്നെ മൊയ്തീൻ ഷായുടെ പാർട്ടി പ്രഖ്യാപിക്കണം. ഓക്കെ. ഇനി എന്തുകൊണ്ടാണ് ഒരു വർക്കിംഗ് പ്രസിഡന്റ് മാത്രം വയ്ക്കാൻ പറഞ്ഞപ്പോഴും പാടില്ല എന്ന് വെച്ചാൽ, നിങ്ങൾ ബുദ്ധിയുള്ള സമുദായ നേതാക്കൾ സമുദായങ്ങൾ അറിയണം. നിങ്ങൾ പരസ്പരം മല്ലിട്ട് അകന്നു പോയാൽ പോരാ. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ എങ്ങനെയാണ് ഈ സമൂഹത്തിൽ ഒരു വിഭാഗം, ഒരു സംഘടിത ശക്തി, അല്ലാതെ സമൂഹം മൊത്തമല്ല, ഒരു സംഘടിത ശക്തി നിങ്ങൾ എതിർക്കുന്നു, നശിപ്പിക്കുന്നു, നിങ്ങൾ ഒതുക്കി നോക്ക്. ഷാഫി പറമ്പിൽ എല്ലാവരും അംഗീകരിച്ച നേതാവാണ്. ഞാൻ അംഗീകരിച്ചല്ല, വേറെ കാര്യം. ഞാൻ വേറെ കാര്യം പറയും. മുസ്ലിം പ്രതിനിധിയായിട്ട് അവിടെ ചെന്നിട്ട് പുള്ളി പിന്നെ എന്ത് ചെയ്തു? ദൃഢപ്രതിജ്ഞ ചെയ്തു. അത് നിരീശ്വരവാദികൾ മാത്രം ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് അക്കാര്യത്തിൽ അദ്ദേഹത്തെ അംഗീകരിക്കാൻ പറ്റില്ല. അതാണ് എൻ്റെ നിലപാടല്ലല്ലോ. ഇവിടെ മൊത്തം നോക്കാളെ, മൊത്തം നോക്കുമ്പോൾ എന്താണ്, വളരെ കറക്റ്റാണ്. എന്നിട്ട് ഒരാളാക്കാൻ പറ്റില്ല. ആ ഒരു മുസ്ലിമിനെ ഒറ്റ വർഗീയ അവർക്ക് പറ്റില്ല. അത് സമ്മതിക്കില്ല. ഇവിടെ വരേണ്യ സമ്മതി, അതാണ് കണക്കുകൾ ഉദ്ധരിക്കുകയാണ്. നിങ്ങൾ കേട്ടോ, ഇത് വർഗീയതയല്ല, ഇത് നിസ്സഹായരായ ഒരു വിഭാഗം ജനതയുടെ വികാരത്തിൻ്റെ പ്രതിഫലനമാണ്. അത് ഞങ്ങൾ പറയാണ്. കൺസായില്ലേ? ഇവിടെ അപ്പോഴും ഒരു കാര്യം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ അസൻ്റെ ആളല്ല, അസനെ മാറ്റി തന്നെ പറഞ്ഞു. അസനെ മാറ്റിയിട്ട് പിന്നെ IB കഴിഞ്ഞാൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ക്രിസ്ത്യൻ ആതിഥ്യം വഹിക്കണം. ഈ സുധാകരൻ മാറ്റുന്നില്ലെങ്കിൽ അങ്ങനെ വച്ച് വന്ന ആളാണ്. എങ്കിലും ആ കൺവീനർ സ്ഥാനത്ത് അദ്ദേഹത്തെ മാറ്റിയപ്പോൾ അദ്ദേഹത്തിന് പകരം ഒന്നും പറഞ്ഞില്ല. സുധാകരൻ മാറ്റി, സുധാകരനെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറാക്കി, കണ്ണൂർ അസംബ്ലി നിയോജകമണ്ഡലമാക്കി, ഭരണം കിട്ടിയ മന്ത്രിയാക്കാൻ പറഞ്ഞു. അത് തീരുമാനമെടുത്തു. ഇനി ഇതിലുള്ള രഹസ്യം കേട്ട് ശിരോമണികളിലെ യുക്തിരഹിതരായ നേതാക്കളെ, കോൺഗ്രസ് നേതാക്കളെ
ഇവിടെ എന്തും തയ്യാറായിട്ട് BJP ഉൾപ്പെടെ കേന്ദ്ര ഗവൺമെന്റ് ഉൾപ്പെടെ പിണറായി സർക്കാരിനെ വീണ്ടും മുഖ്യമന്ത്രിയാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കെ സങ്കീർണമായിട്ട് നടക്കുമ്പോൾ നിങ്ങൾക്ക് വോട്ടിന്റെ വില അറിയില്ല. ഇന്ന് വെള്ളപ്പള്ളി നടേശൻ പറഞ്ഞുതരൂ, പിണറായി ആക്കി, പിന്നെന്താണ് മുരളീധരനെ ആക്കാൻ പറഞ്ഞു. എൻ്റെ വെള്ളപ്പള്ളി സാറേ, നിങ്ങൾ മണ്ട ശിരോമണിയെ, നിങ്ങൾക്ക് ഇതൊക്കെ പറയാൻ എന്തെങ്കിലും അവകാശമുള്ളൂ. കാരണം നിങ്ങൾ അപ്പം പറയാണ്ടോ എല്ലാം നായർ കൊടുത്തു, പ്രതിപക്ഷ നേതാവ് നായർ, KPC പ്രസിഡന്റ് നായർ. പിറ്റേന്നില്ല അന്നേരം നിങ്ങൾ ഇതിനെ വിളിക്കും, കോൺഗ്രസ് അതിനെ കുറ്റപ്പെടുത്തും. ഇവിടെ വേറൊരു യുക്തി ഉണ്ടായി. അതെല്ലാം കറങ്ങി പയറ്റി തെളിഞ്ഞ് അവസാനം മുരളീധരൻ KPC പ്രസിഡന്റ് ആക്കാൻ പോകുന്നു. അത് എല്ലാ ഘടകകക്ഷികളും സമ്മതിച്ചു വന്നു. അവിടെ ഞാൻ അഭിപ്രായം മുരളീധരൻ്റെ കയ്യിൽ നിന്നാണ് പോയത്. ഏതൊരു ചാനലിൽ, പുള്ളിയുടെ ചാനലുണ്ട്, ബഷീർ മുട്ടത്തിൽ, അത് പുള്ളിയുടെ ചാനലാണ്, പണം കൊടുക്കാൻ പുള്ളി തന്നെയാണ്. പുള്ളിക്ക് വേണ്ടി പുള്ളി അച്ഛന് വേണ്ടി ബാധിക്കുന്ന ചാനലത്, പുള്ളിയുടെ തന്നെ ചാനൽ, പേര് മാത്രം വായിക്കുന്നുള്ളൂ. ഞാൻ ബഷീർ മുട്ടത്തിൽ മുരളിയോടും ചോദിക്കുകയാണ്, നിങ്ങൾ ഈ വെടുക്കാക്കി തനിക്കാക്കി സ്വഭാവം മുരളിക്കുണ്ട്. മുരളിയാണ് ഈ അടുത്ത കാലത്ത് സുധാകരനെ മാറ്റാതെ ഇത് എത്രയും വഷളാക്കിയത്. അങ്ങനെ നിൽക്കുമ്പോഴേ ഈ കഴിഞ്ഞ അസംബ്ലി ഇലക്ഷൻ, 2 അസംബ്ലി ഇലക്ഷനും 2 പഞ്ചായത്ത് ഇലക്ഷനിലും ഇവിടെ എല്ലാ മുന്നണിയുടെ എല്ലാ ഘടകകക്ഷിയും സമ്മതിച്ചാണല്ലോ ആക്കിയത്. എന്നിട്ട് ജയിച്ചോ? അപ്പോൾ മുന്നണിയുടെ വോട്ട് കൊണ്ടല്ല ഇവിടെ ജയം തോലുന്നത്. പിന്നാലാണ് പുറത്ത് നിൽക്കുന്ന നിഷ്പക്ഷപതികളുടെ വോട്ട് കിട്ടിയാണ് ഏത് മുന്നണി, തെണ്ടി മുന്നണിയാണെങ്കിലും 2 മുന്നണി കണക്കാണ് നശിച്ച മുന്നണി ആളുകൾ ജയിക്കുന്നത്. അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരെ വോട്ട് കിട്ടിയല്ല. ആ നിഷ്പക്ഷപതികൾ കൊടുക്കുമ്പോൾ അവരെല്ലാം ചിന്തിക്കും, നായർക്ക് എത്ര, ഈഴവെത്ര, അങ്ങനെ ആക്കിയെടുത്തു. അത് ഞങ്ങൾ ഒരിക്കലും സമ്മതിക്കുന്നില്ല. നായരും ഈഴവൻ നോക്കി വോട്ട് ചെയ്യുകയും സ്ഥാനാർത്ഥികളും ചെയ്യുന്നത് അങ്ങേറ്റം അബദ്ധജടിലമാണ്, നശീകരണവാസിയാണ്, വൃത്തികേടാണ്. പക്ഷെ അങ്ങനെ ആക്കിയെടുത്തു. നിങ്ങൾ കാര്യം മനസ്സിലാക്കണം. പ്രധാനമന്ത്രി വന്നു, വീഡിയോ തുറന്ന് ഉദ്ഘാടനം ചെയ്തു. അവിടെ അതുവരെയും 2 ദിവസം മുമ്പ് അദീന എന്ന മുസ്ലിം സ്ത്രീയായിരുന്നു IAS അവിടെ ഉദ്ഘാടനത്. മുഖ്യമന്ത്രി വരുന്ന പ്രധാനമന്ത്രി വരുന്ന സ്റ്റേജിൽ ഒരു മുസ്ലിം നാമധാരി പാടില്ല. അപ്പോൾ യുദ്ധത്തിന് പോയതിപ്പോൾ ഒരു മുസ്ലിം നാമധാരി അവിടെ വനിതയാണ്, അപ്പോൾ സ്റ്റേജിലിരിക്കുന്നില്ലല്ലോ, അടുത്ത് കാണുന്ന പോലുമില്ല, ഫോട്ടോ കാണുന്നുള്ളൂ. ഇത് സ്റ്റേജിലിരിക്കുകയാണ്. ഒരു തുറമുഖ വകുപ്പ് മന്ത്രി ആരായിരുന്നു, പുള്ളി മാറ്റി. അതിനൊരു കാരണം മതി, 2 വർഷം മാറ്റമുള്ളൂ. ഇതെല്ലാം കണക്കൂട്ടിയാളെ. അങ്ങനെ നിൽക്കുന്ന BJPയും സംഘപരിവാറിനെയും ഒരു മുസൽമാൻ എന്ന നിലയിൽ, ഒരു രാജ്യസ്നേഹി എന്ന നിലയിൽ എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും? സ്റ്റേജിലൊരു മുസ്ലിം വരാൻ പാടില്ല. യോഗ സ്ഥലത്ത് പോകുന്ന സംശയമാണ്. എല്ലാം കയറ്റുമ്പോൾ നേരത്തെ പറഞ്ഞാൽ തീർച്ചയായിട്ടും യോഗ സ്ഥലത്ത് ഉണ്ടായ സാധ്യത കുറവായിരിക്കും. അത് സ്റ്റേജിലില്ലെന്ന് ഉറപ്പാണ്, ഇരിക്കില്ല. അതാണല്ലോ കഴിഞ്ഞ പ്രാവശ്യം പ്രളയ ദുരിതാശ്വാസ ഇത് വന്നപ്പോൾ DGP ആരായിരുന്നു? DGP അല്ല വിളിച്ചത്, ഈ പിണറായി വിജയൻ പോലീസ് വിട്ടത്. ഈ ഇപ്പോഴത്തെ പ്രശ്നക്കാരനായ നായരാണ് അയാൾ വിട്ടത്. മുസ്ലിം പാടില്ല, അത് DGP-യിലും കൊള്ള. അതാണ് മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലൊക്കെ യൂണിഫോം ഇട്ട മുസ്ലിങ്ങളെ ആക്രമിച്ച് എന്നിട്ട് മറ്റു പോലീസ് നോക്കുന്നത്. ഇവിടെ പോയി നമ്മുടെ രാജ്യം. ഇനി നമുക്ക് കോൺഗ്രസ്സുകാരോടും LDF നമ്മളിപ്പോൾ പറയേണ്ട കാര്യമില്ല. അവർ പ്രതിപക്ഷം നിൽക്കാനും UDF അധികാരത്തിൽക്കാരും നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ പിന്നെ അവിടെ പറ്റുകയല്ല. UDF തന്നെ പറയാം, നിങ്ങൾ തീരുമാനിച്ച ഈഴവ വിഭാഗത്തിൽ പ്രാതിനിധ്യം കൊടുക്കണം. എല്ലാവരും ഇന്നലെ പറഞ്ഞ കണക്കുകൾ ഉദ്ദേശിച്ച് പറഞ്ഞു, CP ജോൺ പറഞ്ഞതൊക്കെ. ഈഴവ വിഭാഗത്തിൽ ഇപ്പം ഈ വരുന്ന അസംബ്ലി ഇലക്ഷനിൽ 90% വോട്ടും LDF-ന് പോകും. ഈ കഴിഞ്ഞ അസംബ്ലി ഇലക്ഷൻ, പാർലമെന്റ് ഇലക്ഷനിലൊക്കെ 80% വോട്ട് LDF-ന് പോയിട്ടുണ്ട്. എന്നിട്ട് ജയിച്ചാൽ അത് വേറെ കാര്യം. അല്ലെങ്കിൽ പാർലമെന്റ് വിട്ടുകൾ അസംബ്ലി ഇലക്ഷനിൽ പോയിട്ടുണ്ട്, കാരണം മുഖ്യമന്ത്രി ആകുന്നുണ്ട്. ഇപ്പൊ 3ാമതും ആകുമെന്ന് പറഞ്ഞപ്പോൾ 90 പേരും വരും. അതിനർത്ഥം ആദ്യത്തെ പിണറായി സർക്കാർ മുഖ്യമന്ത്രിയാകുന്ന ഇലക്ഷൻ വന്നപ്പോൾ ഒരു 70 മുതൽ 75 വരെയും, രണ്ടാമത് ഇപ്പോൾ 80 മുതൽ 85 വരെയും, ഇപ്പോഴും 90 വരെയും LDF വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഈ വിഭാഗം. പണ്ടും അത് LDF അനുകൂല. അത് ഞാൻ പറഞ്ഞ മന്നത്ത് പത്മാവജി പറഞ്ഞൊരു ഭാഷയുണ്ട്. എന്താണത്?
നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അദ്ദേഹം ഇന്നത്തെ NSSന്റെ സെക്രട്ടറി പോലെ മണ്ടനൊന്നുമില്ല, ബുദ്ധിജീവിയായിരുന്നു. അല്പം ആ ഒരു തറവാടിത്വം, അല്പം ആ നായർ പ്രഭുത്വം ഉണ്ടായെങ്കിലും മറ്റു കുഴപ്പമില്ല. ഇതാണ് ജനിച്ച ഈഴവനും പിഴച്ച നായരും നശിച്ച മാപ്പിളയും കമ്മ്യൂണിസ്റ്റ് വോട്ട് കൊടുക്കും. നശിച്ച മാപ്പിളയിൽ ക്രിസ്ത്യാനി പെടും, മുസ്ലിം പെടും. ഒരു പരിധി ശരിയാണ്. അപ്പോൾ ഈഴവനെ ജനിച്ചവനിപ്പോൾ 90% LDFനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എത്ര ശതമാനം വോട്ട് ബാക്കി കിട്ടും? ഈ സുധാകരന് പകരം നിങ്ങൾ അടൂർ പ്രകാശൻ വെച്ചല്ലോ, എത്ര ശതമാനം വോട്ട് കിട്ടും? കണക്കുകൾ ഉദ്ധരിക്കുകയാണ്. ഞഞ്ഞാമിഞ്ഞം വിഡിത്തരം വരെ കോൺഗ്രസ് നേതാക്കൾ, UDF നേതാക്കൾ, കുഞ്ഞാക്കയുടെ ആൾക്കാരൊക്കെ കേൾക്കണത്, സ്റ്റഡി ചെയ്യണത്. എന്താണ് മൊയ്തീൻ ഷാ പറയുന്നത്? ഞാൻ ഇന്ത്യൻ യൂണിയൻ കോൺഗ്രസിന്റെ സ്ഥാപക പ്രസിഡന്റാണ്. എനിക്ക് അഭിമാനത്തോടെ പറയാം. രാജ്യനന്മയാണ് നമ്മൾ കാണുന്നത്. കുഞ്ഞാക്ക ഉൾപ്പെടെ ശ്രദ്ധിക്കണത്. 90% വോട്ട് LDFനാണ് പോകുന്നത്. ഈഴവന്റെ ഈ വരുന്ന അസംബ്ലി ഇലക്ഷനിൽ പഞ്ചായത്ത് എടുക്കുന്നില്ല, വിട്ടുകളഞ്ഞല്ലോ, അത് പ്രാദേശികമാണ്. ഇനി നായർ വിഭാഗത്തിൽ എടുക്കാം. ഒരു നായർ വച്ചേ തീർന്നു പറഞ്ഞല്ലോ അവള്. എന്താണ് നായർ വെച്ചത്? PC വിഷ്ണുനാഥ് കുഴപ്പക്കാരൊന്നുമില്ല, ആയിക്കോട്ടെ, കുഴപ്പം. നായരാകെ 9% ഉള്ളൂ. വോട്ടാണ് ജയം കൽപ്പിക്കുന്നത്, അല്ലാതെ അതല്ല. വോട്ടാണ് 9% ഉള്ളൂ. അതിൽ കഴിഞ്ഞ ഇലക്ഷനിൽ 50% BJPക്ക് വോട്ട് ചെയ്ത് നായർ വിഭാഗം. ഇത്തവണ അത് 70%, ബാക്കി 30% ഉള്ളൂ. എന്ന് പറഞ്ഞാൽ 110 വോട്ട് ചെയ്യുമ്പോഴേ ഒരു വോട്ട് കിട്ടുള്ളൂ. ആർക്ക്? നായരിൽ നിന്ന് UDFന്. കണക്കുകളാണ്, വളരെ കറക്റ്റാണ്. ഇന്നിപ്പോൾ പകലാണെന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ രാത്രിയാണെന്ന് പറഞ്ഞാൽ ശരിയല്ല. ചില സ്ഥലത്ത് പകലുണ്ട്, ലോകത്ത് വ്യത്യാസമുണ്ടല്ലോ. പക്ഷെ 4-3-7 ശുക്രൻ ചെന്നാലും 4-7 തന്നെയാണ്. കണക്ക് തെറ്റില്ല. ലോകം നിലനിൽക്കുന്ന കണക്കിലാണ്. സ്ഫടികത്തിൽ ചാക്കോ സാർ പറയും പോലെ എത്ര വോട്ട് കിട്ടും? 110 വോട്ട് ചെയ്യുമ്പോൾ ഒരു വോട്ട് നായർ കിട്ടുന്നത് UDFന്. എന്നിട്ട് നിങ്ങൾ ആതിഥ്യം ഒപ്പിച്ച് കൊടുത്തോ, കുഴപ്പമില്ല. ഇതൊന്നും കൊടുത്ത കുഴപ്പം പറയല്ല. അടുത്ത് ദളിതിന് കൊടുത്തല്ലോ, അനിൽകുമാർ. ദളിതൻ്റെ ഓർമ്മ, ദളിതാണ് 10% ഉള്ളു. 12% മൊത്തമുണ്ട്, 2% ഷെഡ്യൂൾഡ് ട്രൈബ് ഉൾപ്പെടെ. 10%-ൽ 65%, 70% LDFനാണ് ദളിതുകൾ. ഇപ്പോൾ കുറച്ച് ശതമാനം BJP പോകും. അപ്പോഴത്തെ കിട്ടും 100 വോട്ട് ചെയ്യുമ്പോൾ 2 വോട്ടുകളും കിട്ടില്ല ദളിതിന്, UDFന്. പിന്നെ നിങ്ങൾ സഭയുടെ വാക്ക് കേട്ട് സഭയുടെ ഒരു ക്രിസ്ത്യാനി വേണം എന്ന് പറഞ്ഞ് തെറ്റില്ല. ഒരു ക്രിസ്ത്യാനി ഇരിക്കട്ടെ, കുഴപ്പമൊന്നുമില്ല. ആദ്യം പറഞ്ഞ ആൾ പറ്റൂല, ഇപ്പോൾ രണ്ടാമത്തെ ആൾ സണ്ണി ദോശ ഇരിക്കട്ടെ. വേറെ ആരും പിന്നെ 15 ജയിക്കപ്പെട്ടാണ്. സഭയുടെ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഉദ്ദേശിക്കുന്നത് കത്തോലിക്ക സഭ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ദീപികയുടെ ആളായി പറഞ്ഞത്. ഈ ദീപികയിൽ 2 ദിവസം മുമ്പ് ലേഖനം വന്നു. പറയാതിരിക്കാൻ പറ്റില്ല. ദീപികയിലെ അച്ഛന്മാരൊക്കെ എൻ്റെ വളരെ സുഹൃത്തുക്കളും എന്നെ എൻ്റെ ഗുരുക്കളെ പോലുള്ളവരുണ്ട്. എങ്കിൽ ഇതെങ്ങനെ പറയാതിരിക്കും? ലോകത്തെ എല്ലാ കുഴപ്പം കാരണം ഈ മുസ്ലിങ്ങളാണെന്നാണ് ആ ദീപികയിൽ എഴുതി മുഖപ്രസംഗത്തിൽ കാണിച്ച വരികൾ. ഞാൻ ചോദിക്കട്ടെ, 2ാം ലോകമായുധം 1ാം ലോകമായുധം ആരുണ്ടാക്കിയടോ? ആഫ്രിക്കയിൽ കോടിക്കണക്കിന് ആൾക്കാരെ കൊന്ന് ആരാണ്? മുസ്ലിമാണോ? ഇന്ദിരാഗാന്ധിയെ തട്ടി, രാജീവ് ഗാന്ധിയെ തട്ടി, ഗാന്ധിയെ തട്ടി, ഇതെല്ലാം മുസ്ലിങ്ങളാണോ? ആഫ്രിക്കയിലും ബ്രിട്ടനിലും ഒക്കെ കോടിക്കണക്കിന് ആൾക്കാരെ കൊന്ന്, റഷ്യയിൽ കൊന്ന് സ്റ്റാലിൻ, അതെല്ലാം ഒരു ആളും മുസ്ലിങ്ങളല്ല. പക്ഷെ എന്നിട്ട് അത് മുസ്ലിങ്ങളാണ് എല്ലാത്തിനും കാരണം എന്നാണ് മുഖപ്രസംഗം ദീപികരിക്കുന്നത്. ഒരേ തൂൽ പക്ഷികൾ അത് പറഞ്ഞാൽ 2 മണിക്കൂർ പറഞ്ഞു. ഞാൻ പറയുന്നില്ല, സൂചിപ്പിച്ചു മാത്രമേ. ആ ദീപിക പറഞ്ഞു ഞങ്ങൾക്ക് കത്തോലിക്കിന് ആൾ വേണം. ഒക്കെ നല്ല കാര്യം. പണ്ട് സോണിയാഗാന്ധി ആയിരുന്നപ്പോഴേ ആരാ നയിച്ചത്? പള്ളിയിൽ നിന്ന് ഓർഡർ എങ്ങടെ പോകണമെന്നറിയുമോ? നേരെ പോയി ഇറ്റലിയിലേക്കാണ്. ഇറ്റലിയിൽ നിന്ന് കത്തോലിക്കൻ പറയണം സോണിയ സമ്മതിക്കണമെങ്കിൽ, ഇത് നിർണായക കാര്യങ്ങളല്ല സാധനങ്ങളെ. ആ സോണിയ സമ്മതിക്കണമെങ്കിൽ ഇറ്റലിയിൽ നിന്ന് കത്തോലിക്ക പള്ളിയിൽ നിന്ന് വരണം. ആ കത്തോലിക്ക പറയണമെങ്കിൽ ഇവിടുന്ന് കത്തോലിക്ക അയക്കണം. അത് ഏതുപോലെ അറിയുമോ? നമ്മൾ PDPയുടെ മന്ത്രി സാഹിബ് ഇയാളെ കൊണ്ടുവന്നല്ലോ, സമാജ്വാദി പാർട്ടി നേതാവ് മുലായം സിംഗ് കൊണ്ടാൻ വന്നു. മുലായം സിംഗ് ഇവിടെ വരണമെങ്കിൽ പ്രകാശ് കാരാട്ട് വേണം. പ്രകാശ് കാരാട്ട് പറയണമെങ്കിൽ ഇവിടുത്തെ നായേഴ്സ് കമ്മ്യൂണിസ്റ്റുകാർ പറയണം. നടന്നില്ല. അങ്ങനെയുള്ള അയാൾ വരാതെ PDP തെറ്റിപ്പോയതൊക്കെ. ഇതാണ് അവസ്ഥ. നിങ്ങൾ സത്യം മനസ്സിലാക്കണം. ഈ സമുദായം നിങ്ങൾ സത്യം മനസ്സിലാക്കണം. ആരും എതിർക്കാൻ പറയുന്നില്ല. അവനൊരു നിലനിൽപ്പിൻ്റെ ബേസ് നിങ്ങൾ അറിയണം. അത് വർഗീയമായിട്ട് പറയില്ല. നിങ്ങൾ തീവ്രവാദത്തിൽ പോകാൻ വേണ്ടിയല്ല പറയുന്നത്. നിങ്ങൾ എങ്ങനെയാണ് ഈ സമൂഹത്തിലെ ഒരു സമ്പന്ന സവർണ വിഭാഗം നിങ്ങളെ ഒതുക്കുന്നതും
തഴയുന്നു എന്നും മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അല്ലാതെ നിങ്ങൾ ചാടി നല്ല വർഗീയതയിൽ കിടക്കാനുള്ള തീവ്രവാദത്തെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല. തീവ്രവാദം ഒന്നിനും പരിഹാരമല്ല. ഒരു വ്യക്തിയോ ഒരു സമുദായത്തെയോ ഒരു സംഘടനയോ നശിപ്പിക്കാൻ അവൻ തീവ്രവാദി പേരിട്ട് അത് തന്നെ നശിച്ചോളും. ഇത് ആൾക്കൂട്ടം പിച്ചടും ബോംബൊന്നും വേണ്ട, ടീൻ കളക്ഷൻ ഇറങ്ങിയാൽ മതി, ടീൻ എടുത്ത് കളിക്കുക, അപ്പോൾ എല്ലാം പറഞ്ഞു. അതുപോലെയാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ സഭയുടെ എണ്ണത്തിലുണ്ട് 16% എന്നാണ് ജോർജ് പറയുന്നത്. പണ്ട് 18. അതിൽ 6%. ഞാൻ വീണ്ടും പറയുന്നത് നിങ്ങൾ കണക്ക് മനസ്സിലാകുന്നതാണ്. വീണ്ടും പറയുന്നത് 6% കൺവെർട്ട് ക്രിസ്ത്യാനാണ്. അത് ക്രിസ്ത്യാനിയല്ല, പെലയിനും ഇല്ലാത്തതിൽ നിർത്തി. ഇത് ആകെയുള്ള പെലയിൽ 3-1 മതം പരിവർത്തനം ചെയ്തവരാണ് പറഞ്ഞ് ഇവിടെ ലവ് ജിഹാദൊക്കെ ഉണ്ട് പറഞ്ഞ്. അപ്പോൾ വാസ്തവത്തിൽ തല്ലുകൊള്ളേണ്ട ആൾക്കാരാണ്. എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ അതിൽ ബാക്കി 10%. ഈ 10% 3% ഇത്തവണ LDF പോകും. കാരണം LDF കുറച്ച് ചായവുണ്ട് പോകുന്നു. അതൊരു സഭയുടെ സെക്രട്ടറിയുടെ ഭാര്യയാണ് വർഷങ്ങളായിട്ട് മന്ത്രി ഏരിക്കിരിക്കുന്നത് പിണറായിയുടെ കൂടെ. എത്ര മിടുക്കരായ സ്ത്രീകൾ വേറെ ആയിട്ടും ആ ഒരു പരിചയമില്ലാത്ത ആളെ കൊണ്ടുങ്ങൾ വെച്ച് മന്ത്രിസ്ഥാനം കൊടുത്ത് വലിയ സ്നേഹസ്ഥാനം കൊടുത്ത് പിണറായി. എന്താണ് സഭയുടെ സെക്രട്ടറി, സഭയുടെ ബന്ധം വോട്ട് കിട്ടാൻ വേണ്ടിയാണ്. ഇപ്പം കൊണ്ടുവച്ചിരിക്കുന്നത് നമ്മുടെ ഞാൻ ഇന്നലെ പറഞ്ഞത് ബ്രിട്ടാസിനെ പ്രതിപക്ഷ രാജ്യസഭയിലെ നേതാവായിട്ട് വെച്ച് ലീഡർ. എടോ അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ ഇദ്ദേഹം വന്നിട്ട് പാർട്ടിപരമായിട്ട് എന്തെങ്കിലും പരിചയമുണ്ടോ ബന്ധമുണ്ടോ? ജോൺ ബ്രിട്ടാസ് ഒരു പത്രപ്രവർത്തകൻ, അങ്ങനെ എന്തോ കൈമണ്ണടിച്ച് പിണറായിക്ക് അടുത്ത് കിട്ടിയ ഒരാൾ വീണു അവിടെ. അങ്ങനെ കിട്ടിയ രണ്ടുപേരും, ഒരാൾ KV തോമസ് മാഷ് വന്നു ചെയ്തോ. KV തോമസ് മാഷ് ഇപ്പോൾ പുറത്താക്കാൻ തീരുമാനിച്ചു. ഇന്നലെ നാളെ പോവും. അപ്പോൾ അദ്ദേഹത്തെ ലീഡറാക്കി. അവിടെ റഹീമുണ്ടല്ലേ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ജനിച്ച് വീണ റഹീം കല്യാണം കഴിച്ചത് അന്യ സ്ത്രീ കൂടിയാണ്. ആ റഹീമിന്റെ പേര് നിങ്ങൾ കണ്ടില്ലല്ലോ, റഹീമിനെ കാണാൻ പറ്റില്ലല്ലോ. റഹീം ജന്മന ജനിച്ച തന്നെ കമ്മ്യൂണിസ്റ്റിലേക്കാണ്. വേറെ ഒരു തിരിവില്ല. അബ്ദുള്ളക്കുട്ടിയെ പോലെ പാർട്ടി മാറിയ ആളൊന്നുമില്ല. ആ റഹീമിനെ നിങ്ങൾക്ക് ആക്കാൻ തോന്നിയില്ല. അപ്പോൾ നിൽക്കുന്ന രണ്ട് കാര്യം, റഹീമിന് മുസ്ലിമാണ്, നത്തിങ് ടു ഇറ്റ്. അത് പറ്റില്ല. ഇപ്പോഴത്തെ ക്രിസ്ത്യാനി വരട്ടെ, നമുക്ക് 10 വോട്ട് കിട്ടട്ടെ, ഓക്കെ. അപ്പം അതുകൊണ്ട് ഒരു 3% വോട്ട് ഇത്തവണ LDF പോകും. ബാക്കി 2% ഈ കാസേക്കൽ പുറത്ത് കൊണ്ട് ചിലപ്പോൾ BJP. ബാക്കി അപ്പോൾ 5% കിട്ടുന്ന കണക്കുകൾ ഉദ്ധരിക്കുകയാണ് വ്യക്തമായിട്ട്. എൻ്റെ കാലിച്ചോട്ട് ആര് പറയും ഇതൊക്കെ? ഈ സമുദായത്തിന് വേണ്ടി ഞാൻ പറയുന്നത്. സമുദായത്തെ കാര്യം പറയുമ്പോൾ നീതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതുകൊണ്ടാണ്. അല്ല സമുദായത്തിന് പ്രത്യേക താല്പര്യമില്ല, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ 100 വോട്ട് ചെയ്താൽ 5 വോട്ടാണ് ക്രിസ്തീയ സഭയിൽ ഇത് കിട്ടുന്നത്. അതിൽ കത്തോലിക്കന് വോട്ട് 2 വോട്ടുള്ളൂ. ബാക്കി 60% ലത്തീൻ കത്തോലിക്കനാണ്. 40% ഉള്ളൂ ഈ പറഞ്ഞ സവർണ ക്രിസ്ത്യാനി. അപ്പോൾ സവർണ ക്രിസ്ത്യാനി 2 വോട്ടാണ് കിട്ടുന്നത്. ഓക്കെ, ക്രിസ്ത്യൻ സമുദായം ഉൾപ്പെടുത്താം. നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി പിന്നെ ആരോ ഉള്ളത്? ദളിത് പോയി, ഈഴവൻ പോയി, ക്രിസ്ത്യൻ പോയി, നായർ പോയി. ബാക്കി ഉള്ളത് 5% വരുന്ന ധീവർ ഉൾപ്പെടെ അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു 5-4% ഉണ്ട്. അതിൽ 3/4 LDF തന്നെയാണ്. ധീവർ സഭയിലൊക്കെ നല്ല വോട്ട് LDF-നാണ്. മറ്റേ അങ്ങനെയുള്ള ആശാരി മൂശാരും ഒക്കെ ഉണ്ട്, അത് വേണ്ട. അതിൽ 1% കിട്ടും. അതും വലിയ പ്രസക്തമല്ല. പക്ഷേ പിന്നെ വരുന്നതാണ് 40% വരുന്ന മുസ്ലിം സമുദായം. 40% വരുന്ന മുസ്ലിം സമുദായത്തിൽ എവിടെയാണ് പരിഗണിക്കുന്നത്? കോൺഗ്രസ് പരിഗണിക്കുന്നുണ്ടോ? പിന്നെ LDF പരിഗണിക്കുന്നുണ്ടോ? BJP പരിഗണന പോലും അടുത്ത് വരാൻ പോലും പാടില്ല. അവിടെ പരിഗണന പക്ഷേ ഉദിക്കുന്നില്ല. ദേശീയ ലെവലിൽ പറഞ്ഞു. ദേശീയ ലെവലിൽ 20% മുസ്ലിങ്ങൾ, 30 കോടി മുസ്ലിങ്ങൾ, N ബ്ലോക്ക് 99.9% വോട്ട് LDF UDF ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നയിക്കുന്ന പ്രതിപക്ഷ പദ്ധതിയും കോൺ ചെയ്തിട്ട് അതിൻ്റെ ഒരു പരിഗണന കാണിച്ചിട്ടില്ല. നക്കപ്പിച്ച നൂല് പോലെയുള്ളു കേരളത്തിലെ കാര്യം വയ്ക്കുക. അതിൽ ഇത്തവണ 95% UDF വോട്ട് ചെയ്യും. അത് UDF മഹത്വം കൊണ്ടല്ല മനസ്സിലാക്കണം. പക്ഷേ LDF എതിർപ്പ് കൊണ്ടുമല്ല. പക്ഷെ ഇത്തവണ LDF ഭരണത്തിൽ കയറുക, അത് LDF നശിക്കും, കോൺഗ്രസ് നശിക്കും, BJP അധികാരത്തിൽ വരും. അത് ഒഴിവാക്കാൻ വേണ്ടി, കാരണം സദസ്സിൽ പോലും വരാൻ പറ്റാത്ത ഒരു പാർട്ടിക്ക് എങ്ങനെ സപ്പോർട്ട് ചെയ്യും? മനസാക്ഷി ഒന്നല്ലേ, അതുകൊണ്ടാണ് സപ്പോർട്ട് ചെയ്യാത്തത്. അത് വരാതിരിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കും. അങ്ങനെ വരുമ്പോൾ 95% വോട്ട് മുസ്ലിങ്ങളുടെ വോട്ട് ഇത്തവണ UDF-നാണ്. 40%-ൽ 95% ഏതാണ്ട് 39%. എന്ന് പറഞ്ഞാൽ 100 വോട്ട് ചെയ്യുന്നതിൽ മുസ്ലിങ്ങളുടെ വോട്ട് 39 പേരും ഇത്ര UDF-നെ ചെയ്യുന്നത്. എന്തൊക്കെ തലകുത്തി പറഞ്ഞാലും AP സുന്നി വന്നാലും അരിവാൾ എന്ത് സുന്നി വന്നാലും വോട്ട് ചെയ്യുന്നത് അങ്ങനെയാണ്. ഒരല്പം വ്യത്യാസമുള്ളൂ.
അതെന്തുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയാം? UDF സ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ LDF വിരോധം കൊണ്ടല്ല. ഞങ്ങളിത് പറയുന്നത് അതിൻ്റെയാണ്. ഞാൻ പറഞ്ഞിട്ട് LDF പറഞ്ഞിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അല്ല, അവരുടെ അന്ധമായ വിരോധം നമുക്കില്ല. എന്നിട്ടാണ് ഒരു പ്രസിഡന്റ് മാത്രം വെച്ച മതി എന്ന് പറഞ്ഞപ്പോൾ നീ യുക്തിവാദി അല്ലെങ്കിൽ നിരീശ്വരവാദി എന്ന് പറയാവുന്ന ഒരു മുസ്ലിം നാമധാരിയാണ് ഷാഫി പറമ്പിൽ. എന്നിട്ട് പോലും കോൺഗ്രസ് നേതൃത്വം, കോൺഗ്രസിൻ്റെ ഒരു വിടി സമ്പന്ന സവർണ വരേണ്യ വൈദേശിക വർഗത്തിന് അത് പറ്റിയില്ല. അപ്പോൾ പിന്നെ 3 ആക്കി. നമ്പൂരി പറഞ്ഞല്ലേ, നമ്പൂരി നായരും വെള്ളത്തിൽ പോയപ്പോൾ മുങ്ങി മരിക്കാൻ പോകണം. അപ്പോൾ നമ്പൂരി നീ വെള്ളം കലക്കി കുടിക്കണമെന്ന് പറഞ്ഞു. എന്നാലും ശുദ്ധജലം കുടിച്ചാകാൻ പാടില്ല, രണ്ടും ചാകാൻ പോണ്. അതുപോലെ അങ്ങനെ സാധാരണ മുസ്ലിം മാത്രം കൊണ്ട് വിടാൻ പാടില്ല. ഇവിടെ ഒറ്റ വർക്കിംഗ് പ്രസിഡന്റ് തന്നിട്ടുണ്ട്. നിങ്ങൾ ഒരു കാര്യമല്ല, മുരളീധരനെ ആക്കുകയാണെങ്കിൽ ഒറ്റ വർക്കിംഗ് പ്രസിഡന്റ് ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ആക്കിയിട്ടുണ്ട്. ഇവിടെ 3 ആക്കി. കാരണം നമ്മുടെ കഴിവേടാണ് ഈ പ്രാസം ഒപ്പിക്കുന്നത്. കഴിവുള്ള രാഷ്ട്രീയ പാർട്ടി ആണെങ്കിൽ പോയി പടിയങ്ങളുടെ പോലെ എന്ന് പറഞ്ഞ് രാഷ്ട്രീയ തീരുമാനം എടുക്കും. അവിടെ ജാതി വന്ന് നോക്കില്ല. അങ്ങനെ നോക്കിയൊരു പ്രസ്ഥാനം ഉണ്ടായിരുന്നു കേരളത്തിൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, CPM. ഇപ്പം അവർ പോലും ജാതി മാത്രം ഉപജാതി നോക്കണം, അങ്ങനെ ആക്കിയെടുത്തു ഇന്ത്യ വളരെ മോശമായിട്ട്. അപ്പോൾ 3 പേരെ വെച്ചു. അതിന് വന്ന് ആരൊക്കെ പറഞ്ഞത്. പിന്നെ അടൂർ പ്രകാശനെ വെച്ച് കണ്ണുമീട്ടറാക്കിയിട്ട് അത് തെറ്റില്ല. ഇപ്പോൾ ഇയാളെ മാറ്റിയപ്പോൾ ഒരു നായരെ വെച്ചപ്പോൾ 2 നായർ ഒരു ഇരിക്കട്ടെ, തെറ്റൊന്നുമില്ല. പക്ഷേ അപ്പോഴും ഈ സമുദായത്തിൽ എന്ത് പരിഗണന കൊടുത്തുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം. ഇന്ത്യൻ യൂണിയൻ കോൺഗ്രസിന്റെ ചോദ്യം അതാണ്. കാരണം നീതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. ഇനി ഒരു കാര്യം പറയും, അത് പറഞ്ഞ് നിർത്താം. എന്താ കാര്യം അറിയുമോ? ഇവിടെ കോൺഗ്രസ് UDF നേതാക്കൾക്ക് ഒരു ചിന്തയുണ്ട്, അല്ലെങ്കിൽ ഒരു കണക്കുകളുണ്ട്. കൊടപ്പുരക്കുന്നൽ തങ്ങളും കുഞ്ഞാക്കാണ്ടിയിൽ മുസ്ലിങ്ങൾ N ബ്ലോക്ക്. അത് തെറ്റാന്ന് വല്ല പ്രാവശ്യം പറഞ്ഞ് അനുഭവം തെളിയുകയും ചെയ്ത്. ആകെ മുസ്ലിങ്ങൾ 3-1 മാത്രമാണ് ലീഗിന്റെ കൂടെ ഉള്ളത്. ബാക്കി 2 ഭാഗം പുറത്താണ്. അപ്പോൾ എന്ത് വരുമ്പോഴും DCC മലപ്പുറം DCC പ്രസിഡന്റാക്കി, അത് ക്രിസ്ത്യാനിയാക്കി. മുസ്ലിമാക്കുന്ന ലീഗ് സമ്മതിക്കില്ല, ചരട് വലിക്കും. ഒരു മന്ത്രിസ്ഥാനം വരെ കൊടുക്കാൻ ലീഗ് സമ്മതിച്ചിട്ടുള്ള പണ്ട് കാലത്തൊക്കെ. പിന്നീട് അത് EMS കാര്യമൊക്കെ ഞാൻ പറഞ്ഞില്ല, അങ്ങനെയാക്കി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ആയിക്കോട്ടെ, ക്രിസ്ത്യാനി ഒരാളായി. ക്രിസ്ത്യാനി ആൾക്ക് ഒരു കുഴപ്പമില്ല. കാരണം വാസ്തവത്തിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ ഇന്നും കേരളത്തിൽ നല്ല ശതമാനം കോൺഗ്രസ് അനുഭാവികളാണ്. തന്നില്ലാതുകൊണ്ട് കത്തോലിക്ക സഭയോട് ഇഷ്ടപ്പെട്ട ഒരാളെ പ്രസിഡന്റ് ആക്കിയാൽ ഒരു തെറ്റുമില്ല. നമ്മൾക്ക് അതിനെ അംഗീകരിക്കുക 100% മാനസികമായിട്ട് പോലും അംഗീകരിക്കുകയും ഉൾക്കൊള്ളിക്കുകയും ചെയ്യണം. എന്താണ് സാമൂഹിക നീതിക്ക് വേണ്ടി അവരൊഴിവാക്കാൻ പറ്റിയ സമുദായമില്ല. പല പല കാരണങ്ങളുണ്ട്. പക്ഷേ അതിനോടൊപ്പമോ അതിനടുത്തോ ഈ 40% വരുന്ന ആൾക്കാർക്ക് അത് സാധ്യത കൊടുക്കണ്ടേ? ഇനിയിപ്പോൾ സ്ഥാനാർത്ഥി നിർണയം വരും, അപ്പോൾ ഇത് തന്നെയായിരിക്കും. അല്ലും എല്ലാം കഴിഞ്ഞ് വല്ല വണ്ടിൽ കൊടുത്ത് അങ്ങനെ തൃപ്തിപ്പെടുത്താം. ലീഗ് ഉണ്ടല്ലോ, കുഞ്ഞാക്കായും തങ്ങളുണ്ടല്ലോ എന്ന് വിചാരിച്ച് കോൺഗ്രസ് മുഖവിലക്കെടുത്താൽ, അങ്ങനെ വിലയിരുത്തിയാൽ UDF നിങ്ങൾ അപകടത്തിലാണ്. ഞാൻ ഉദാഹരണം പറഞ്ഞു. കാസർഗോഡ് മുതൽ പാലക്കാട് വരെ 65ഓളം മണ്ഡലങ്ങളുണ്ട്. അതിൽ 19% മുസ്ലിങ്ങളുണ്ട്. എന്നിട്ട് എൻ്റെ 65 മണ്ഡലത്തിൽ കോൺഗ്രസ് മാത്രമാണ് UDF മത്സരിച്ചത്. ലീഗുകാരൊക്കെ ഇപ്പുറത്തെ മലപ്പുറത്ത് നിങ്ങളുടെ ഭാഗത്ത് എത്ര പേര് കിട്ടി? 5-6 പേര് കിട്ടുള്ളൂ, ബാക്കിയാൽ തോറ്റുപോയി. അങ്ങനെ അവിടെ ലീഗ് ശക്തമായിരുന്നുവെങ്കിൽ, മുസ്ലിങ്ങളുള്ള സ്ഥലമായതുകൊണ്ട് നിങ്ങളുടെ UDF പകുതി പേരും ജയിക്കണ്ടേ? ജയിച്ചോ? അപ്പോൾ നിങ്ങൾ എന്താ മനസ്സിലാക്കുക? മുസ്ലിം ലീഗിനെ കൊണ്ട് മാത്രം UDF അധികാരത്തിൽ വരുത്താൻ സാധിക്കില്ല. അവരൊരു ശക്തമായ മേഖലയാണ്, ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷെ എനിക്ക് അവരോട് ഒറ്റ വിഷയം മാത്രമേ ഉള്ളൂ. നിങ്ങളെ മുസ്ലിമിൻ്റെ പേര് മാറ്റി ഒരു ദേശീയ താഴിൽ വരെ മാത്രമേ ഉള്ളൂ. വേറെ ഒരു ഇഷ്ടക്കുറവും മുസ്ലിം ലീഗിനോട് ഞങ്ങൾക്കില്ല. കാരണം ഒരു ന്യൂനപക്ഷ പാർട്ടിയാണ്. അവർ വിചാരിച്ചപ്പോഴൊന്നും വലിയ മലമറിക്കാൻ പറ്റില്ല. അങ്ങനെ മുന്നോട്ട് പോകാന്നത്രേ ഉള്ളൂ, അതവർ ചെയ്യുന്നതേ ഉള്ളൂ. പക്ഷെ എപ്പോഴും നിങ്ങൾ അവർ മാത്രം നമ്പരുത്, ഡിപ്പെൻഡ് ചെയ്യരുത്. നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടത് ഈ പുറത്ത് നിൽക്കുന്ന ലീഗല്ലാത്ത 38%, 40%, 39, 15, 45, 10, 36, അവർ 12, 13, 39, 13% അല്ലെങ്കിൽ 15% പോട്ടെ, ബാക്കി 25% വോട്ട് കിടക്കുന്നത് മുസ്ലിങ്ങൾ പുറത്താണ്, ലീഗിന് പുറത്താണ്. ആ 25% വോട്ട് നിങ്ങൾ കിട്ടാനുള്ള സംവിധാനം ഉണ്ടാക്കണം. ആ സംവിധാനം എങ്ങനെ ഉണ്ടാക്കുന്നത്? മറ്റ് സമുദായങ്ങൾക്ക് കൊടുക്കുമ്പോൾ ഇവർക്കും ആളോഹരി കണക്കാക്കി ഷെയർ ചെയ്യണം. അത് മാത്രമുള്ളൂ, വേറെ ഒന്നുമില്ല. അങ്ങനെ അങ്ങോട്ട് പോകുകയാണെങ്കിൽ
സംഗതി കൊള്ളാം. ഇനി ഇതൊക്കെയാണ് ഒരു സത്യം, യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞോളൂ. അല്ലാതെ കോൺഗ്രസ് തീരുമാനം എന്ത് തീരുമാനം ഞങ്ങളത് സമ്മതിക്കുകയാണ്, കാരണം പ്രത്യേക സാഹചര്യം അങ്ങനെയാണ്. പക്ഷെ ഇതൊക്കെയാണ് സത്യങ്ങളും. ഇനി കുത്തിത്തീർപ്പുണ്ടാക്കും കോൺഗ്രസ്സിൽ. കാരണം കോൺഗ്രസ്സിൽ ചില നേതാക്കൾ, ആളുടെ പേര് ബദല എണ്ണം വരെ, ചില നേതാക്കൾ മുസ്ലിം ലീഗുകൾ ഭരണകാലത്ത് വരുന്നിരിക്കുന്നുണ്ട്. ഇതെല്ലാം അങ്ങനെ തട്ടിക്കൂട്ടിയിട്ട് അത് ഷീല ദീക്ഷിത് ഡൽഹി എങ്ങനെ BJPയുടെ കൊടുത്തോ അതുപോലെ എൻ്റെ കാലശേഷം അല്ലെങ്കിൽ ഞങ്ങളുടെ കാലശേഷം BJP കൊണ്ടുപോകണം എന്ന് ചിന്തിക്കുന്ന ഒരു പറ്റുന്ന കോൺഗ്രസ് നേതാക്കൾ, എല്ലാവരും ഒന്നുമില്ല, വളരെ ഒരു ന്യൂനപക്ഷം, അവർ ഇനി കാലുവാരും പല പ്രശ്നം ഉണ്ടാക്കും. സുധാകരൻ മാറ്റി തെറ്റായിപ്പോയി എന്ന് പറയും. അങ്ങനെ അച്ഛനും മകനും കൂടി കഴുതയെ കൊണ്ടുപോയി അത് നിങ്ങൾക്കറിയല്ലോ. കഥ ചോന്നുകൊണ്ടാനും നടത്തിക്കൊണ്ടുപോകാനും പറ്റില്ല, കൊച്ചിനെ മൂളി കയറ്റി ഇരുത്തിക്കൊണ്ടും പറ്റില്ല. അവസാനം ചോന്നുകൊണ്ടേ രണ്ടും ഇതുപോലെ. അങ്ങനെ വരരുത്. അങ്ങനെ വാക്കൃത്തം നോക്കിയോ ഏതെങ്കിലും വണ്ടിന് വടകൊണ്ട് പറഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടേതൊരു സ്റ്റൈലുണ്ട്, ഒരു ശൈലി ഉണ്ടായിരിക്കണം, ഒരു തീരുമാനം ഉണ്ടായിരിക്കണം. നെഹ്റു പറഞ്ഞു, മൂന്ന് പേര് നിൽക്കുമ്പോൾ ഒരാൾ മാറ്റി സംസാരിച്ച് ശരിയല്ല എന്നുള്ളത്. അതുപോലെ നിങ്ങൾ തീരുമാനം എടുക്കണം. നിങ്ങൾ എല്ലാവരും അഭിപ്രായം കേൾക്കണം, തെറ്റൊന്നുമില്ല. എല്ലാവരും അഭിപ്രായം എടുത്തതിന് ശേഷം നിങ്ങൾ തീരുമാനം എടുക്കും. അതിങ്ങനെ കാണിച്ചൊരു മാതൃകയായിട്ടാണ് എനിക്കൊന്ന് 14-15 പേരെ മുൻ KPC പ്രസിഡന്റുമാരുടെ ടോപ്പ് ലീഡേഴ്സിനെ രാഹുൽ ഗാന്ധി നേരെ വിളിച്ചിട്ട് യെസ് ഓർ നോ പറയാനോ അറിയാം. സുധാകരൻ വേണോ വേണ്ടയോ, പകരം ആളെന്നല്ല ചോദിച്ചത്, യെസ് ഓർ നോ. അത് എനിക്കൊന്ന് അധികം പേരും വേണ്ട എന്ന് പറഞ്ഞു കാണും. അതാണ് പുള്ളി തീരുമാനം എടുത്തത്. അതൊക്കെ നല്ല കാര്യമാണ്, രാഹുലിൻ്റെ മാതൃകപരമാണ്, അതൊന്നും കുഴപ്പമില്ല. എനിക്ക് രാഹുൽ അങ്ങനെ കുറ്റപ്പെടുത്താൻ പറ്റുന്നില്ല. കോൺഗ്രസിന് വീഴ്ചയുണ്ട്, അത് പരിഹരിച്ച് മുന്നോട്ട് പോകുന്നുള്ളതാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ അത് ശുഭമാണ്. ഇനി ഇവിടെ വേറൊരു പോയിന്റ് കൂടി ഞാൻ പറഞ്ഞു നിർത്തിയേക്കാം. അത് അൻവറിൻ്റെ കാര്യമാണ്. ഏതാണ്ട് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അൻവറിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചു. അപ്പം ജോയിയുടെ പ്രശ്നം മറ്റു പ്രശ്നമില്ല, അത് എടുക്കട്ടെ. അൻവറെ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങളൊരു പഞ്ചായത്ത് മെമ്പർ പോലും ഇല്ലാത്ത CMPയിലേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നും അല്ലാതെയാവും. നിങ്ങൾ തൃണമൂൽ കോൺഗ്രസ് നിൽക്കുകയാണെങ്കിലോ അടുത്ത പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണ്, മുഖ്യമന്ത്രിയാണ്, 2-3 പ്രാവശ്യം ടൈം മുഖ്യമന്ത്രിയാണ്, കഴിവുള്ള സ്ത്രീയാണ്, അത് ദേശീയ പാർട്ടിയാണ്. അതിൽ നിന്ന് സംസ്ഥാന ഘടകത്തിൽ നിന്ന് അതിനെ വളർത്തിക്കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് ഇവരെ ആശ്രയിക്കാതെ നിങ്ങൾക്ക്. അതുകൊണ്ടാണ് അവർ അത് സമ്മതിക്കാത്തത്. അവിടെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ പോയി കോൺഗ്രസിൽ ചെന്ന് ഓടി ചേർന്ന് നിൽക്കാൻ നല്ലത്. നിങ്ങളെ തൃണമൂൽ കോൺഗ്രസിൻ്റെ, ഞാൻ ബുദ്ധിപൂർവ്വം നിങ്ങൾ പറയണം, അനുഭവം കൊണ്ട് നിങ്ങളെക്കാൾ ലോകപരിചയമുള്ള സാമാന്യ ബോധമുള്ള ഒരു രാഷ്ട്രീയക്കാരെന്നാലും പറയാണ്, നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് ആ TMC ശ്രദ്ധിച്ച് കേൾക്കണം. എൻ്റെ അൻവറിൻ്റെ ടീം ആരെങ്കിലും കേൾക്കണ്ടേ അത് അൻവറിനെ അറിയിക്കണം. എനിക്ക് വേണ്ടി വിളിച്ചു പറയാം, നമ്പറൊക്കെ എൻ്റെ കയ്യിൽ സുഹൃത്തുക്കൾ, അതൊന്നും ഞാൻ പറയില്ല. നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്, കോൺഗ്രസ് ചെയ്യലല്ല, നിങ്ങൾ TMC ആയിട്ട് തന്നെ മുന്നോട്ട് പോകണം. എന്നിട്ട് നിരുപാധികം UDFിൻ്റെ സ്ഥാനാർത്ഥിക്ക് ഇത്ര പിന്തുണ കൊടുക്കണം. നിരുപാധികം നിങ്ങൾ മത്സരിക്കും ചെയ്യരുത്. അങ്ങനെ അവർ ജയിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ നേതാവാകും, നിങ്ങൾക്കാകും ചെയ്യാം. നിങ്ങളിപ്പോൾ കോൺഗ്രസ് ചേർന്നാൽ നിങ്ങൾ പക്ഷേ MLA ആകും. മന്ത്രിയേക്കാൾ സാധ്യത കുറവാണ്. അങ്ങനെ ഒന്നുകൊണ്ട് ഒറ്റക്ക് പാർട്ടിയല്ലല്ലോ. അതുകൊണ്ട് ഇപ്പോൾ റഹീമൊക്കെ എത്ര നാളായി നിൽക്കുന്നത്, BT റഹീം 7 വർഷം തൊട്ട് 4ാമത്തെ പ്രാവശ്യം സീറ്റ് കിട്ടിയില്ല, ആക്കിയില്ല. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ തൃണമൂൽ കോൺഗ്രസ് മുന്നോട്ട് കൊണ്ടുപോവുക. എന്നിട്ട് ഇത് പറയുന്ന ഒരു ലോകം കണ്ട ഒരാളാണെന്നും ഞങ്ങളുടെ ഗ്രൂപ്പ് വളരെ ശക്തമാണെന്നും അവർ ബുദ്ധി കേന്ദ്രത്തിൽ വന്നാണെന്നും മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ചിന്തിക്കണം, പ്രവർത്തിക്കണം, ആലോചിക്കണം. എന്താണ്, നിങ്ങൾ തൃണമൂൽ കോൺഗ്രസിനെ മുന്നോട്ട് കൊണ്ടുപോവുക. നിങ്ങൾക്ക് ഒരു തീരുമാനം വയ്ക്കരുത്. നിങ്ങൾ നിരുപാധികം ഈ വരുന്ന നിലമ്പൂർ ഇലക്ഷനിൽ കോൺഗ്രസ് ഏത് സ്ഥാനാർത്ഥി ആ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കുക. അങ്ങനെ നിങ്ങളുടെ LDFിലുള്ള ശബ്ദം തീർക്കുക. അത് കഴിഞ്ഞാൽ നിങ്ങളെ അന്വേഷിച്ച് കോൺഗ്രസ് വരും, UDF വരും. നിങ്ങൾക്ക് ഭാവിയുണ്ട്. എനിക്ക് നിങ്ങളോട് പ്രത്യേക വൈരാഗ്യം പണക്കൊന്നുമില്ല, പ്രത്യേക സ്നേഹവും ഇല്ല, വൈരാഗ്യവും ഇല്ല. കാരണം നിങ്ങളൊരു സമ്പന്ന ഒരു പണക്കാരൻ രാഷ്ട്രീയത്തിൽ നാളെ തീർക്കാവുന്നൊന്നുമില്ല. പക്ഷെ നിങ്ങൾക്ക് ഭാവിക്കും ഈ സമുദായം നല്ലതാണ്. പക്ഷേ ഇത് അൻവർ നിങ്ങളുടെ സമുദായമായതുകൊണ്ടാണ് TMC ആയിട്ട് മുന്നോട്ട് പോകാനെങ്കിൽ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റുകാരും പറയില്ല, ഒരു വിഭാഗം കോൺഗ്രസിലോട്ട് ഈ കുത്തിത്തിരിപ്പുകാർ സവർണ ലോബി എന്ന് തന്നെ പറയും. സവർണ ലോബിയാണ്. 70 പോയാൽ അത് നിങ്ങൾക്ക് ഒന്ന് സമ്മതിക്കില്ല നിങ്ങൾ എടുക്കാൻ. അല്ലെങ്കിൽ ഒന്നുമില്ലാത്ത CMPയിലേക്ക് വിടാൻ പറഞ്ഞപ്പോഴേ എന്ത് ദുരുദ്ദേശവും എന്ത് ഒതുക്കൽസുമാണ്. അത് നിങ്ങൾ അടിമപ്പെടരുതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക്
നിർത്തതൊപ്പം തന്നെ വീണ്ടും അടിവരയിട്ട് പറയുന്നു, പ്രതിപക്ഷം എന്ന നിലയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നയിക്കുന്ന UDF നായ്ക്കൾ കടിച്ച് അകാലത്തിൽ മരണപ്പെട്ടു പോകുന്ന കുട്ടികൾ, ഏത് ജാതിയാലും കുട്ടികൾ മരണപ്പെട്ടുവാണ്. വലിയ അപകടമാണ്. കഴിഞ്ഞ ഒരാഴ്ച 4-5 പേരുടെ മരിച്ചിട്ടുണ്ട്. അപ്പം അതിനെതിരെ നിങ്ങൾ സർക്കാരിനെ മുട്ടുകുത്തിക്കണം. നല്ലൊരു അവസരമല്ലേ ഇത്. സർക്കാർ ഇടപെടണം, സർക്കാർ നീതി നടപ്പാക്കണം എന്ന് പറഞ്ഞ് ചെയ്യാൻ പറ്റും, സമരം ചെയ്യാൻ പറ്റും. വലിയൊരു മേഖലയാണ്, വലിയ അവസരമാണ്. അതൊന്നും നിങ്ങൾ ചിന്തിക്കാൻ സമയം കിട്ടുന്നില്ല. നിങ്ങൾ KPC പ്രസിഡന്റ് പുറകെ പോയി അങ്ങനെ പോരുത്. ഇനിയെങ്കിലും ടൈം ആൻഡ് ടൈഡ് വിൽ നോട്ട് വെയിറ്റ് ആണ്. സന്ദർഭം ആരും കാത്തിരിക്കില്ല. ഇപ്പം നിങ്ങളുടെ സമയമാണിത്, സന്ദർഭമാണ്. പേപ്പട്ടിക്ക് വിഷവാദക്കെതിരെ ശക്തമായിട്ട് സമയത്തിറങ്ങണം. കോർണർ മീറ്റ് സംഘടിപ്പിക്കണം, ജനങ്ങൾ ബോധവാനാക്കണം. പിണറായി സർക്കാരിന് ഇറക്കണം, റോട്ടിൽ പരിഹാരം കാണാൻ പറയണം. അങ്ങനെയൊക്കെ ചെയ്ത് മുന്നോട്ട് പോയിട്ട് പ്രവർത്തിക്കുക. ഡു ഓർ ഡൈ എന്ന് പറയും. പ്രവർത്തിക്കുക, അല്ലെങ്കിൽ ഭരിക്കല്ലത് ഒന്നുമില്ലാതെ. പണ്ട് എന്താ പറ്റി, ഗ്രൂപ്പ് ഉണ്ടായത്. ആന് ഗ്രൂപ്പ്, കർണാടക ഗ്രൂപ്പും, അല്ലെങ്കിൽ ഉമ്മൻ ഗ്രൂപ്പും കർണാടക ഗ്രൂപ്പും അവർ പങ്കിട്ടെടുക്കും. ഒരു പണിയും ചെയ്യാതെ, കതർ ഷർട്ട് ചുളുങ്ങാതെ. ഇത് നടക്കൂല. ഏതായാലും പണിയെടുത്തേ തീരും. ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്താൻ. നിങ്ങൾക്ക് ഓരായി നന്ദി. ജയ് ഹിന്ദ്.